ഹായ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ്. വെള്ളപ്പത്തിൻ്റെയും നൂൽപുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും നെയ്ച്ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പട്ടയും പൂവും ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 പൊട്ടാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 750 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1ാം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലെമൺ ജ്യൂസും 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇനി ചിക്കനും പൊട്ടാറ്റോയും ഒക്കെ നന്നായിട്ടൊന്ന് കുക്കാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതുവരെ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി പൊട്ടാറ്റോ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. പൊട്ടാറ്റോ കുക്ക് ചെയ്ത് സ്മാഷ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ ഇതിൽ തന്നെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പകുതി ഭാഗം ഉടച്ചെടുക്കുകയും പകുതി ഭാഗം കറിയിൽ വെറുതെ ഇടുകയാണ് ചെയ്യുന്നത്. പൊട്ടാറ്റോ ഒക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. കറി നന്നായിട്ട് ടൈറ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് മറ്റൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലാണ് നമ്മൾ ഈ കറി വറവിട്ടെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കറി തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചപ്പും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും വെള്ളപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.